കേരളത്തിലെ പല വ്യവസായങ്ങളും പലരും പറയുന്നുണ്ട് പെട്ടെന്ന് പരാജയപ്പെട്ടു പോകുന്നു, തുടങ്ങാൻ ഫയലുകൾ നീക്കാൻ ബുദ്ധിമുട്ട്. ആൾക്കാരുടെ ആ മൂവ്മെന്റും ആൾക്കാരുടെ മെന്റാലിറ്റിയും വെച്ചിട്ടാണ് കേരളത്തിലെ ബിസിനസ് പരാജയപ്പെടാൻ. ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങളുടെ സെയിം ഇൻഡസ്ട്രീസിലുള്ള നമ്മുടെ റിലേറ്റഡ് ആൾക്കാർ നാട്ടിൽ പോയിട്ട് ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ബന്ധാക്കിയിട്ട് പോയിട്ടുള്ള പാർട്ടികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിക്കാരൻ ഒരു പാർട്ടി പുള്ളിയും മരിച്ചു പോയപ്പോൾ അങ്ങാരൊക്കെ ഒരു 15-20 വർഷം മുമ്പ് പുള്ളി എൻ്റെ സെയിം ഇൻഡസ്ട്രീസായിരുന്നു. കളമശ്ശേരിയിൽ എവിടെ ചെന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ വളരെയധികം സപ്പോർട്ട് കൊടുത്തിട്ട് വലിയൊരു യൂണിറ്റ് എടുത്ത്, പുള്ളിയുടെ പേര് കുട്ടപ്പൻ എന്നായിരുന്നു, ഗവൺമെൻറ് ലോൺസൊക്കെ എടുത്ത് നല്ല രീതിയിൽ വൈഡ് എക്സ്പാൻസ് ചെയ്തിട്ട് പുള്ളി ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തിനുള്ളിൽ പുള്ളി അത് കൂട്ടിക്കെട്ടി തിരിച്ച് പോകേണ്ടതായിട്ട് വന്നു. കാരണം ആൾക്കാർ പർപ്പസായിട്ട് ഹരാസ് ചെയ്തത്. കാര്യം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ 24 ഈ വർക്ക് നടക്കുന്ന അത്രയും സമയം മിഷൻ ഫുൾ ഹീറ്റിൽ വർക്ക് ചെയ്യണം, ചൂടിലായിരിക്കും. ഹോട്ട് പ്രോസസ്സിൽ മെറ്റീരിയൽ മെൽറ്റ് ചെയ്തിട്ടാണ് ഡൈയിൽ ഇത് നിറയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പവർ ഫെയിലിയറോ പർപ്പസായിട്ട് മിഷൻ ഓഫ് ചെയ്യാനോ ചെയ്താൽ പിന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും ടാർജറ്റുള്ള പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ 8 മണിക്കൂറാണല്ലോ ഡ്യൂട്ടി ടൈം. ഈ 8 മണിക്കൂർ ഡ്യൂട്ടി ടൈം ആദ്യത്തെ 4 മണിക്കൂർ കഴിയുമ്പോൾ ലഞ്ചുണ്ട്. ഈ 4 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സോ ടീ ബ്രേക്ക് കൊടുക്കും, മറ്റു ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഈ സമയത്തൊക്കെ ഈ വിദ്യന്മാർ എന്ത് ചെയ്യും, ഇവന്മാർ മെഷീൻ ഓഫ് ചെയ്യും. അതെന്താന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചിന്താഗതിയോട് കൂടിയാണ് അവർ ഓഫ് ചെയ്യുന്നത്. ലഞ്ച് ടൈമിലും ഇവന്മാർ മെഷീനെല്ലാം ഓഫ് ചെയ്യും, ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമല്ലോ. നമ്മൾ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതിലെ ഗ്രൂപ്പ് മെയിൻ ലീഡേഴ്സ് ഒരു 4-5 പേര് അങ്ങനെ കൊടുത്ത ആൻസർ ഇതാണ്: സാർ അന്യ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഈ നാട്ടിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് സാറിൻ്റെ കൂടെ ജോലി ജീവിക്കുന്നത്. അപ്പോൾ സാറിനെ നഷ്ടപ്പെടുത്തുന്നത് ഞങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലല്ലോ. ജോലി ചെയ്യാത്ത സമയത്ത് മിഷൻ കറണ്ട് കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ സാറിന് നഷ്ടമല്ലേ. അപ്പോൾ സാറ് വൈകിട്ട് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഒരുത്തന്നെ ഡെയിലി 8 മണിക്കൂർ കിട്ടുന്ന പ്രൊഡക്ഷൻ 4 മണിക്കൂറേ കിട്ടത്തുള്ളൂ. ഈ മിഷൻ ഇടയ്ക്ക് വെച്ച് ഓഫായി പോകുന്ന സമയത്ത് രണ്ടാമത് ചൂട് പിക്കപ്പ് ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും, പിന്നെ പോകും. അപ്പോൾ ഇത് അവരൊരു വല്ലാത്തൊരു പ്ലാനിൽ കൂട്ടി ഞാൻ കൊടുത്ത ആൻസർ സഹായിക്കുന്നതല്ല, അത് പ്രീ പ്ലാനാണ്. പിന്നെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ കൊണ്ട് അവർ കേൾക്കില്ലത്. അങ്ങനെ ഒരുപാട് ഹരാസ്മെന്റ് ആയിട്ട് പുള്ളിക്കാരൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പേപ്പർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ലോണിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തൊക്കെ പറഞ്ഞ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്, മിഷനറി ഇവിടെ ഉണ്ട്, അത് ഇട്ടിട്ട് കിട്ടും നിങ്ങളെടുത്ത് മുതലാക്കി ഞാൻ നാട്ടിൽ പോയിട്ട് പുള്ളി തിരിച്ച് പോകുമ്പോൾ പോകും. പുള്ളിയുടെ ഫാക്ടറി ഇവിടെ സാന്താക്രൂസിൽ സഫേദ് കൊടുക്കുന്ന ഇവിടെ സ്ഥലത്താണ് സക്കിനായ. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിരക്കുള്ളൊരു മഹാനഗരം ബോംബെ. ഈ ബോംബെയിലെ ഈ നഗരത്തിലെ തിരക്കിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ചിലപ്പോൾ ചേട്ടൻ തിരക്ക് ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ, കുടുംബത്തെ ബാധിക്കുന്നുണ്ടോ, യാത്രാവേളകളിലും മറ്റും, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ മറ്റും? ചോദിച്ചാൽ അതിന് ശരിയായിട്ട് ആൻസർ പറയണം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയാൽ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മോസ്റ്റ്ലി അഡ്വാൻസ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രാഫിക്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ. പീക്ക് അവേഴ്സിലാണ് കൂടുതലും പ്രശ്നം. രാവിലെ ഒരു 7-7:30-8 മണിക്ക് ശേഷം ഒരു 10-11 മണി വരെ റോഡ് വളരെ ജാമായിരിക്കും. കാര്യം ആ സമയത്താണല്ലോ എല്ലാവരും ഒരുപോലെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമല്ലേ. വൈകിട്ടും ട്രെയിനിലും ഈ സമയത്തൊക്കെ വളരെ റഷായിരിക്കും. വൈകിട്ടും അതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഈ ലേഡീസൊക്കെ ട്രെയിനിൽ നിന്ന് ഞാൻ കിടന്നിട്ടാണ് ഭയങ്കര തിരക്കാ ട്രെയിനല്ലേ. സമയത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് മൂവ് ചെയ്തെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് എയർപോർട്ടിൽ എമർജൻസി ആയിട്ട് പോകണം. ഒരു സമയത്ത് എൻ്റെയും പ്ലെയിൻ മിസ്സായി പോയി. അത് എല്ലാ സമയത്തും വരുമെന്നില്ല. ഇതിനിടയ്ക്ക് അങ്ങനെ റോഡിൽ ചിലപ്പോൾ കട്ടറോ രാത്രി കാലങ്ങളിലും ബ്ലോക്ക് വരുമോ? രാത്രി വലിയ ബ്ലോക്ക്. പിന്നെ എന്തായാലും ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിതം. ബോംബെയുടെ ജീവിതത്തിൽ ബോംബെയിൽ ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, ഒരു സ്റ്റൈലി എന്ന് പറഞ്ഞാൽ ഭക്ഷണിയായിട്ട് ആൾക്കാർ എഴുന്നേക്കും, ഭക്ഷണിയായിട്ട് ഉറങ്ങാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വേറെ വിശപ്പോട് കൂടിയാണ് ഉണർന്ന് രാവിലെ എഴുന്നേൽക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ഏത് രീതി വേണേലും ജീവിക്കാം. ഇവിടെ പലരും പറയുന്നതാണ് എല്ലാ ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ജീവിക്കാം. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ നിസാര ഒരു പാവം ഒരു വടയും മേടിച്ചിട്ട് ഒരു ഗ്ലാസ് പൈപ്പിലെ വെള്ളം കുടിച്ചാലും അവന് വൈകിട്ട് ഉറങ്ങാൻ പറ്റും. അത് അത്രയും സമ്പാദിക്കാൻ പറ്റും ഏതെങ്കിലും ജോലി ചെയ്തിട്ട്. ഒന്നുമില്ലാത്ത ഒരു വ്യക്തി റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഒരു ബാഗ് തൂക്കി അടുത്ത വണ്ടി കൊണ്ട് കൊടുത്താലും 10 രൂപ കൊടുക്കും. പക്ഷെ ഇതൊരു
വാക്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരും ഒന്നും ചെയ്തിട്ട് വരില്ല. പലരും പറയുന്നു എന്ന് ഉള്ള ആൾക്കാർക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം, വലിയ ബുദ്ധിമുട്ടില്ലാതെ. ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇൻവോൾവ് ആണോ ബോംബെയിൽ? ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിറ്റി ഞാൻ ആക്റ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ ബിലോങ്സ് ചെയ്തിരിക്കുന്ന SNDP-ലാണ്. SNDP മെമ്പറാണ്. ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ SNDP-യുടെ 2 ഗ്രൂപ്പുണ്ട്. SNDP-യും ഉണ്ട്, സമിതി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇതിലൊക്കെ മെയിനായിട്ടുള്ള ഒരു നോൺ പേഴ്സണാണ്, എല്ലാവരും അറിയുന്നത്. എല്ലാ രീതിയിലും പിന്നെ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഇന്ന് വൈകിട്ടുമുണ്ട് പ്രോഗ്രാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചതയാഘോഷ ദിവസമല്ലേ, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മനാളാണ്. അത് എല്ലാ മാസവും ഉണ്ട് ഞങ്ങൾക്ക്. എന്ത് വൈകിട്ട് പ്രാർത്ഥനയും അതിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ഇല്ലാത്തത് ഈ ഒരു ആക്ടിവിറ്റീസേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. എന്തായാലും വളരെ തിരക്ക് പിടിച്ച, നമ്മുടെ സമയം തീരാറായി, വളരെ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിൽ കുറച്ച് സമയം കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ. കാരണം വളരെയധികം കഠിനാധ്വാനത്തിലൂടെ പറഞ്ഞല്ലോ, ഒറ്റക്ക് ആണ് കമ്പനി തുടങ്ങിയത്, ഒറ്റക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നു, ഒറ്റക്ക് സമയം വരെ ഒറ്റയ്ക്ക്. പിന്നെ ഭാര്യ 2 പേരും കൂടെ രാത്രി 12 മണി 1 മണി 2 മണി വരെ കയറുന്ന കമ്പനികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വീട്ടിലിരുന്ന് 2 പേരും കൂടെ അപ്പോൾ അത് കൊടുക്കേണ്ട രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പിടിക്കുക എന്നുള്ളത്. ആകെ സഹായം കിട്ടിയിട്ടുള്ളത് മെയിനായിട്ട് പറഞ്ഞാൽ എൻ്റെ ബോസ് കഴിഞ്ഞ പിന്നെ 2ാമത് കിട്ടിയിട്ടുള്ളത് ഭാര്യയുടെ. കുഞ്ഞുങ്ങളൊക്കെ ചെറുതല്ല. പിന്നെ ഇന്ന് പിന്നെ ഈശ്വര സഹായത്താൽ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു. തീർച്ചയായിട്ടും അതാ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്. പകൽ ഞാൻ നിന്നുകൊണ്ട് എൻ്റെ ജോലിക്കാർ ചെയ്യുന്ന സാർമോള് പിന്നെ കണ്ടില്ലല്ലോ, ജോലിക്കാർ അവർ കണ്ടാണ്. അവർ ചെയ്യുന്ന പോലുള്ള സാധനങ്ങൾ വൈകുന്നേരം വരെ രാത്രി 8 മണി 10 മണി വരെ സ്വയമായിട്ട് ചെയ്യും. രാത്രി സഞ്ചി തൂക്കിയിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ ഭാര്യയും ഭർത്താവും കൊണ്ട് എടുത്തിട്ട് സ്വയമായിട്ട് ചെയ്യും, ക്ലീൻ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യും. രാവിലെ പോകുമ്പോൾ തൂക്കിക്കൊണ്ട് പോകും. എന്തായാലും ഇനിയും ഒരുപാട് ഉയർച്ച വ്യവസായത്തിലുണ്ടാകട്ടെ. എല്ലാ നന്മകളും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നേരുന്നു. ഒരുപാട് ആശംസകൾ നേരുന്ന ദൈവാനുഗ്രഹത്തോടുകൂടി ഇനിയും ഗംഭീര വിജയമാകട്ടെ പരിപാടി. താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ചോദ്യം ഒന്നുകൂടി: ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.